എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിച്ചാൽ ജനാഭിമുഖ കുർബാന തുടരാം എന്ന സർക്കുലർ അൽമായ മുന്നേറ്റം അംഗീകരിച്ചു. നാളെ ഉപാധികളോടെ പള്ളികളിൽ സിനഡ് കുർബാന ഉണ്ടാകുമെന്നും അൽമായ മുന്നേറ്റം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്ന് പുറത്തിറക്കിയ സർക്കുലർ അംഗീകരിച്ചുകൊണ്ടാണ് അൽമായ മുന്നേറ്റം സമവായത്തിലേക്ക് കടന്നത്. ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും സമർപ്പിച്ചാൽ ജനാഭിമുഖ കുർബാന തുടരാമെന്നാണ് സർക്കുലറിലുള്ളത്. നാളെ പള്ളികളിൽ ഉപാധികളോടെ സിനഡ് കുർബാന ഉണ്ടാകുമെന്നും അൽമായ മുന്നേറ്റം അറിയിച്ചു. ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സിനഡ് ഇനി തീരുമാനമെടുക്കുമ്പോൾ കാനോനിക സമിതികളുമായി ചർച്ച നടത്തുമെന്ന ഉറപ്പ് ലഭിച്ചതായും അൽമായ മുന്നേറ്റം പറഞ്ഞു. ഇന്നലെ ഉണ്ടാക്കിയ നിർദ്ദേശങ്ങളിൽ, സമവായ നിർദ്ദേശങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പ് ഉറച്ചു നിൽക്കുകയാണ്. ആ സമവായ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുർബാനയെങ്കിലും ഞായറാഴ്ചകളിൽ അർപ്പിക്കുന്ന ദേവാലയങ്ങളിലെല്ലാം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദേവാലയങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള രീതി തുടരാവുന്നതാണ്. അതായത് ജനാഭിമുഖ കുർബാന ക്യാൻ ബി പെർമിറ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന് ഇതിനു മുമ്പ് സിനഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ജനാഭിമുഖ കുർബാന തുടരാവുന്നതാണ് എന്ന് ഒരു പ്രത്യേകമായ നിർദ്ദേശം ഈ കത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതേസമയം മേജർ ആർച്ച് ബിഷപ്പിന്റേതായി പുറത്തുവന്ന വീഡിയോ വിമത വിഭാഗത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. എന്നാൽ ഇത് നേരത്തെ ചെയ്തതാണെന്ന് ആർച്ച് ബിഷപ്പ് അറിയിച്ചതായും അൽമായ മുന്നേറ്റം ഭാരവാഹികൾ പറഞ്ഞു. ജനം, കൊച്ചി.